കഴിഞ്ഞ വുമൻസ് ഡേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, വിഷ് ചെയ്തത്. അല്ല, അത് ആറാട്ടണൻ മാത്രമല്ല, അത് ആ ഒരു ജോണറിൽ പെടുന്ന നമ്മുടെ എക്കോസിസ്റ്റത്തിൽ വരുന്ന ഫാനുകളെ എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ആറാട്ടണനായിട്ട് തോന്നിയത് ഭയങ്കര അത് അത് ഒരുപാട് പേരുണ്ട്. ആറാട്ടണൻ ദിവ്യയെ വിളിച്ചു സംസാരിച്ചു, പുള്ളിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ആ ആൻഡ് ആ സോങ് ഇറങ്ങിയപ്പോഴത്തേക്കും വൺ ഓഫ് ദ പീപ്പിൾ ഹൂ റിയലി സ്പോക്ക്, ഭയങ്കര വൈസായിട്ട് സ്പീക്ക് ചെയ്ത ഒരാളാണ് ആറാട്ടണ്ണൻ. അതിലൊരു വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഭയങ്കര സർപ്രൈസിങ് ആണ്. നമ്മൾ ഒരു രീതിയിൽ വിചാരിക്കുന്ന ആൾക്കാർ വേറൊരു രീതിയിൽ അതിനെ റിയാക്ട് ചെയ്യും. നമ്മൾ വേറൊരു രീതിയിൽ വിചാരിക്കുന്ന ആൾക്കാർ എന്താണ് നിനക്ക് തുണി എടുത്തൂടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നത് ഭയങ്കര സർപ്രൈസിങ് ആണ്. അതാണോ ഇവിടുത്തെ അതെ അതെ, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. കഴിഞ്ഞ വുമൻസ് ഡേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, വിഷ് ചെയ്തത്. ശരി. അതിൽ ഉപയോഗിക്കുന്നുണ്ടായി. അതെ അതെ ഉണ്ട്. അപ്പൊ അത് പിന്നീട് ചർച്ചയാവുന്ന അങ്ങനെ എന്തെങ്കിലും പേടിയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, അതൊരു ആൻറ്റി ദിലീപ് സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമല്ല. ഞാൻ പറയുന്നത് ആൾക്കൂട്ട മീഡിയ വിചാരണ കാണിക്കുന്ന ഒരു സാധനമാണ്. അപ്പം വായി തോന്നിയെ വിളിച്ച് പറയല്ലേ ചേട്ടാ എന്ന് അത് പറയുമ്പോഴത്തേക്കും നമ്മൾ ദിലീപേട്ടൻ്റെ ക്രൈമോ അല്ലെങ്കിൽ ക്രൈം ചെയ്തിട്ടുണ്ടോന്നോ അത് ആ ക്വസ്റ്റ്യനൊക്കെ കോടതിയുടെയും ഇതിനൊക്കെ വിട്ടുതരും. ബട്ട് ദ മീഡിയ ഈസ് റിയലി സറൗണ്ടിങ് എ പേഴ്സൺ ഹൂസ് അക്യൂസ്ഡ്. അപ്പം അതിൻ്റെ ഒരു റെഫറൻസാണ്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ആ ഒരു മീഡിയ ഹോണ്ട് ചെയ്യുന്ന ഒരു സാധനം കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നതാണ്, ഒരു റിയാലിറ്റിയുടെ എക്കോസിസ്റ്റത്തിന്. അതിൻ്റെ അകത്ത് ഇതെല്ലാം വരും എന്നുള്ളതാണ്. അപ്പം ആസ് എ ഡോക്യുമെൻറ്റേഷൻ ഓഫ് അവർ ടൈംസ് ഇതിനെക്കുറിച്ചൊക്കെ റെഫർ ചെയ്ത് പോകാം. അതിനെ നമ്മൾ ഭയക്കേണ്ടതില്ല എന്നാണ് വിചാരിക്കുന്നത്.